നമസ്കാരം. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് പുതിയൊരു ഘട്ടത്തിലേക്ക് ഉയർത്തുന്ന നിർണായകമായ തീരുമാനത്തിലേക്കാണ് രാജ്യം നീങ്ങുന്നത്. 114 റഫേൽ യുദ്ധവിമാനങ്ങൾ കൂടി സ്വന്തമാക്കാനുള്ള നീക്കം ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കരാറുകളിലൊന്നായി മാറുകയാണ്. ഏകദേശം 3.25 ലക്ഷം കോടി രൂപ ചെലവ് വരുന്ന ഈ പദ്ധതി ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിന്റെ പരിഗണനയിലുമാണ്. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ അന്തിമാനുമതി ലഭിക്കുന്നതോടെ പദ്ധതി യാഥാർത്ഥ്യമാകും. അടുത്ത മാസം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യ സന്ദർശിക്കുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കരാർ ഒപ്പിടാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലുകളും ശക്തമാണ്. 4.5 തലമുറയിൽപ്പെട്ട മൾട്ടി റോൾ യുദ്ധവിമാനമായ റഫേൽ ഇന്ത്യ ഇതിനകം തന്നെ യുദ്ധഭൂമിയിൽ പരീക്ഷിച്ച് തെളിയിച്ചതാണ് ഈ തീരുമാനത്തിന്റെ അടിസ്ഥാന കാരണം. 2010 ഫ്രാൻസുമായി ഒപ്പുവെച്ച കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിലവിൽ 36 റഫേൽ യുദ്ധവിമാനങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ നേവിക്കായി 36 റഫേൽ വിമാനങ്ങൾ കൂടി ഓർഡർ ചെയ്തിട്ടുമുണ്ട്. അതുകൂടെ ചേരുമ്പോൾ ഇന്ത്യയുടെ റഫേൽ കരുത്ത് 176 ആയി ഉയരും. അതായത് വ്യോമസേനയുടെയും നാവികസേനയുടെയും സംയുക്ത ശക്തിയിൽ റഫേൽ ഒരു മുഖ്യധാര യുദ്ധവിമാനമായി മാറുമെന്നതിൽ സംശയമില്ല. ഈ പദ്ധതിയുടെ മറ്റൊരു നിർണായക വശം 12 മുതൽ 18 വരെ വിമാനങ്ങൾ ഫ്ലൈ അവേ കണ്ടീഷനിൽ അതിവേഗം ഫ്രാൻസിൽ നിന്ന് ലഭ്യമാകുമെന്നതാണ്. അതായത് കരാർ ഒപ്പുവെച്ചതിന് പിന്നാലെ തന്നെ പരിശീലനവും സാങ്കേതിക പരിശോധനകളും പൂർത്തിയാക്കി നേരിട്ട് യുദ്ധസജ്ജമായ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഉപയോഗിക്കാനാകും. അതേസമയം ബാക്കി വിമാനങ്ങളുടെ ഏകദേശം 80% ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനും നിർമ്മാണ സാമഗ്രികളിൽ 30% വരെ തദ്ദേശീയ ഉള്ളടക്കം ഉറപ്പാക്കാനും പദ്ധതിയുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ ആശയത്തിന് ശക്തി പകരുന്ന ഈ തീരുമാനം ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തെ ദീർഘകാലത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കും. കൂടാതെ ഇന്ത്യ സ്വന്തം നിലയിൽ വികസിപ്പിച്ച അസ്ത്ര മിസൈൽ, ബ്രഹ്മോസ് എനർജി പോലുള്ള ആയുധങ്ങൾ റഫേലുമായി സംയോജിക്കാനുള്ള സാധ്യതകളും സജീവമായി പരിഗണിക്കപ്പെടുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അതിർത്തികളിലെ സുരക്ഷാ ഭീഷണികൾ വർദ്ധിക്കുകയും സമീപ ഭാവിയിൽ തന്നെ ഒരു പരിമിത യുദ്ധമെങ്കിലും ഉണ്ടാകാമെന്ന ആശങ്ക നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ല എന്നതാണ് ഈ അടിയന്തര നീക്കത്തിന് പിന്നിലെ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പുതിയൊരു യുദ്ധവിമാനത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ സമയം കളയുന്നതിനേക്കാൾ യഥാർത്ഥ യുദ്ധമുഖത്ത് പ്രകടന മികവ് തെളിയിച്ച റഫേൽ പോലൊരു പ്ലാറ്റ്ഫോം വേഗത്തിൽ സേനയിലെത്തിക്കുകയാണ് ഇന്ത്യയുടെ മുൻഗണന. ഈ പശ്ചാത്തലത്തിലാണ് റഷ്യ 5ാം തലമുറ യുദ്ധവിമാനമായ സുഖോയ് 57 പൂർണ്ണ സാങ്കേതിക കൈമാറ്റത്തോടെ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിട്ടും ഇന്ത്യ ആ ഓഫർ മാറ്റിവെച്ച് വീണ്ടും റഫേലിലേക്ക് തിരിയുന്നത്. കാരണം 5ാം തലമുറ എന്ന പേരിനപ്പുറം സുഖോയ് 57 യഥാർത്ഥത്തിൽ എല്ലാ 5ാം തലമുറ സവിശേഷതകളും ഉണ്ടോ എന്നതിൽ ഇന്ത്യൻ പ്രതിരോധ വിദഗ്ധർക്ക് ഗൗരവമായ സംശയമുണ്ട്. പ്രത്യേകിച്ച് റഡാർ ക്രോസ് സെക്ഷൻ കുറച്ച് ശത്രുവിന്റെ റഡാറുകളുടെ കണ്ണുവെട്ടിക്കാൻ ആവശ്യമായ സെൽത്ത് ശേഷി എത്രത്തോളം ഫലപ്രദമാണ് എന്നതാണ് പ്രധാന ചോദ്യം. അമേരിക്കയുടെ F-35 പോലുള്ള വിമാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സുഖോയ് 57ന്റെ സെൽത്ത് സാങ്കേതിക വിദ്യ പൂർണ്ണമായും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന വിലയിരുത്തലുകളും ഇന്ത്യക്കുണ്ട്. അതോടൊപ്പം സൂപ്പർ ക്രൂസ്, നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ, സെൻസർ ഫ്യൂഷൻ തുടങ്ങിയ മേഖലകളിൽ റാഫേൽ ഇതിനകം തന്നെ ഇന്ത്യൻ സേനയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പൂർണ്ണമായും സംയോജിക്കപ്പെട്ടിട്ടുണ്ട് എന്നതും നിർണായകമാണ്. നിലവിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിന്റെ നാസിക് പ്ലാന്റിൽ റഷ്യൻ സുഖോയ് 30 4ാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കപ്പെടുന്നുമുണ്ട്. നാസിക്കിലെ പ്ലാന്റുകളിൽ ചില സാങ്കേതിക പരിവർത്തനങ്ങൾ നടത്തിയാൽ സുഖോയ് 57ന്റെ നിർമ്മാണം സാധ്യമാകുന്ന വാദം നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ വ്യോമസേനയുടെ മൊത്തം വിമാനശേഖരത്തിൽ ഇതിനകം തന്നെ ഏകദേശം 80% റഷ്യൻ ഉത്ഭവ വിമാനങ്ങളാണ് എന്ന യാഥാർത്ഥ്യം ഇന്ത്യ വൈവിധ്യമാർന്ന സ്രോതസ്സുകളിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്നു. ഫ്രാൻസിൽ നിന്നുള്ള റഫേൽ വിമാനങ്ങൾ കൂടി വലിയ തോതിൽ സേനയിൽ ഉൾപ്പെടുമ്പോൾ സാങ്കേതിക ആശ്രിതത്വം ഒരൊറ്റ രാജ്യത്തിലേക്ക് ചുരുങ്ങാതിരിക്കാനും തന്ത്രപ്രധാനമായ സ്വതന്ത്രത നിലനിർത്താനും ഇന്ത്യക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു യുദ്ധവിമാന വാങ്ങൽ മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ ദീർഘകാല സുരക്ഷാ നയത്തിന്റെയും തന്ത്രപരമായ കണക്കുകൂട്ടലുകളുടെയും ഭാഗമായ ഒരു വലിയ തീരുമാനമാണ്. വിശ്വസ്തത, യുദ്ധ പരീക്ഷണം, തൽക്ഷണ വിന്യാസ സാധ്യത, തദ്ദേശീയ നിർമ്മാണം, ഭാവിയിലേക്കുള്ള സാങ്കേതിക അപ്ഗ്രേഡുകൾ എന്നിവയെല്ലാം ഒരുമിച്ച് കണക്കിലെടുത്തപ്പോൾ റഫേൽ തന്നെയാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഏറ്റവും സുരക്ഷിതവും ശക്തവുമായ തിരഞ്ഞെടുപ്പ് എന്ന ബോധ്യത്തിലാണ് രാജ്യം ഈ ചരിത്രപരമായ കരാറിലേക്ക് നീങ്ങുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.